കേട്ടോ. മിക്കവാറും ചാടും പുറത്തോട്ട് വീണിട്ട്. പുറത്തോട്ട് നടക്കുന്നത് പിന്നെ വെട്ടാൻ തോന്നുന്നു. അതൊന്നും അല്ല, പുറയിലോട്ട് പോകുന്നത് മുന്നിലോട്ട് ചാടാനാണ്. ചാടും തോന്നുന്നു കേട്ടോ. നേരമായിട്ട് കുറച്ച് നേരമായിട്ട് കുണ്ടിയും തിരിഞ്ഞ് നിൽക്കുക. ഇങ്ങോട്ട് ഇറങ്ങിയ പണി കിട്ടും. ചാട നല്ല ആശ്വാസം ഐസ്ക്രീം കിട്ടിയപ്പോഴത്തേക്ക്. നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാത്തിനും കൂടെ ക്ലോസ് ചെയ്തിട്ടുണ്ടാക്കിയെടുക്കണം. ഇനി നമുക്ക് മുതലിനെ കാണാം. ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പോകാൻ പോകുന്നത് 65 വർഷം പഴക്കമുള്ള ഒരു സ്ഥലത്തേക്കാണ്. അവിടെ ഒരാളുണ്ട്. ആ ആൾ എൻ്റെ അറിവിൽ ഇവിടെ ഡൽഹിയിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ആളെ കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ഇന്ന് ശനിയാഴ്ചയാണ്, തിരക്ക് കുറയുമെന്ന് വെച്ചിട്ട് ഇറങ്ങിയതാണ്. പക്ഷെ നല്ല തിരക്കുണ്ട് ഗൈസ്. ഇതിപ്പം ദേവിലി കാൺപൂർ റോഡാണ്. ഇവിടെ എപ്പോഴും തിരക്കാണ്. ഇന്ന് തിരക്ക് കുറയുമെന്ന് വെച്ചിട്ട് വന്നാണ്. എന്നിട്ടും ബ്ലോക്കിൽ തന്നെ പെട്ട് കിടക്കുകയാണ്. ഡൽഹിയിൽ വന്നു കഴിഞ്ഞാൽ ട്രാഫിക്കും പൊല്യൂഷനും നേരിടാണ്ട് നമുക്ക് പറ്റത്തില്ല. ഈ ട്രാഫിക്കൊക്കെ നേരിട്ട് കഴിഞ്ഞാൽ നമ്മൾ അവിടെ ചെല്ലുമ്പോഴത്തേക്കും നമ്മൾ ക്ഷീണമായി പോകും. അത്ര ട്രാഫിക്കാണ്. അവസാനം ഈ ട്രാഫിക്കിൽ നിന്നെല്ലാം ഒരു പച്ചപ്പിലേക്ക് കടന്നു. നമ്മളീ പോകുന്ന വഴി ശരിക്കും പറഞ്ഞാൽ നല്ല രസം കേട്ടോ. 2 സൈഡിലും മരങ്ങളൊക്കെ ആയിട്ട് പച്ചപ്പ് നിറഞ്ഞ സ്ഥലത്തൂടെയാണ് പോകുന്നത്. അവസാനം നമ്മൾ എത്തി ഗൈസ്. നമ്മൾ പോകേണ്ട സ്ഥലത്ത് എത്തിക്കഴിഞ്ഞു. അങ്ങനെ ഞങ്ങൾ അകത്തേക്ക് കയറുകയാണ്. ഇതിനകത്തിൽ കയറുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ആദ്യം പാർക്കിംഗ് ഫീസ് അടയ്ക്കണം. അത് ഞാൻ സ്കൂട്ടറിനായതുകൊണ്ട് എൻ്റെ അവർ 32 രൂപയാണ് പാർക്കിംഗ് ഫീസായിട്ട് വാങ്ങിച്ചത്. അങ്ങനെ ഞങ്ങൾ അകത്തേക്ക് പോവുകയാണ്. ഇവിടെ നമ്മൾ പാർക്കിംഗ് ഫീസ് അടച്ച് അകത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ടിക്കറ്റ് എടുക്കണം. ആ ടിക്കറ്റ് എടുക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓൺലൈനായിട്ടാണ് ടിക്കറ്റ് എടുക്കുന്നത്. ആ കാണുന്ന ബോർഡിലുണ്ട് അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസ്. ഓൺലൈനായിട്ട് നമുക്ക് ടിക്കറ്റ് എടുക്കാൻ സാധിക്കും. സ്ക്രീനിൽ കൊടുത്തിരുന്ന ആ ലിങ്കിൽ കയറി കഴിയുമ്പോൾ മുകളിലായിട്ട് തന്നെ റൈറ്റ് സൈഡിൽ ബുക്ക് മൈ ടിക്കറ്റ് എന്നുണ്ട്. അതിൽ കയറി നമുക്ക് ഓൺലൈനായിട്ട് ഇങ്ങനെ ടിക്കറ്റ് എടുക്കാം. അതിനുശേഷം നമുക്ക് ഇവിടുന്ന് ചെക്കിങ് എല്ലാം കഴിഞ്ഞ് അകത്തേക്ക് പോകാം. നിങ്ങളോട് പറയാൻ പറഞ്ഞത്, ഞാൻ പോകുന്നത് ഡൽഹിയിലെ സൂയിലാണ്. 65 വർഷം പഴക്കമുള്ള ഈ സൂയിൽ മാത്രം കാണപ്പെടുന്ന ഒരാളുണ്ട്. ആ ആളെ കാണാനാണ് നമ്മൾ പോകുന്നത്. ഞങ്ങളങ്ങനെ ടിക്കറ്റൊക്കെ എടുത്തിട്ട് അകത്തോട്ട് കയറി. പ്ലാസ്റ്റിക് കവറൊന്നും അലോഡല്ല, വെള്ളം സ്നാക്സ് ഒന്നും അലോഡല്ല. അപ്പം നമുക്ക് വരുമ്പോഴത്തേക്കിന് വെള്ളം ബോട്ടിലൊന്നും കൊണ്ടുവരരുത് അകത്തോട്ട്. കയറി വരുമ്പം നല്ല ഭംഗിയാണ്. ചെടികളും പൂക്കളും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇത് ശരിക്കും 1951 ഇതിൻ്റെ ആദ്യമായിട്ട് ഇങ്ങനെ സൂ പ്ലാൻ ചെയ്തത്. ഇന്ദിരാഗാന്ധിയുടെ കാലത്തായിരുന്നു ഇതിനെ പറ്റിയുള്ളൊരു ഐഡിയ ഒക്കെ ആക്കി സൂ എന്നുള്ളൊരു ഐഡിയ ആദ്യമായിട്ട് ഇവിടെ കൊണ്ടുവന്നത്. വേസ്റ്റ് കൊണ്ട് മീനെ ഉണ്ടാക്കി വെച്ചേക്കുന്നു. മറ്റേ കൊതുകിൻ്റെ ബാറ്റ്, പൊട്ടിപ്പോയ കുടവും ഒക്കെ വെച്ചിട്ട് കൊള്ളാല്ലേ ഈ ഐഡിയ. മീനിൻ്റെ വായക്ക് കൊടുത്തേക്കുന്ന, വായിക്കകത്ത് കൊടുത്തേക്കുന്ന കുപ്പിയൊക്കെ. ശരിക്കും പറഞ്ഞാൽ ഇത് ഇവിടെ ക്ലീനാക്കി സൂക്ഷിക്കണം. അതിന് വേണ്ടി കൊടുത്തേക്കുന്ന ഒരു മോഡലായിട്ടായത്. ഇവിടെ എല്ലായിടത്തും ക്ലീനാക്കി സൂക്ഷിക്കണം എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനെ കാണിച്ചുകൊണ്ട് അതിനൊരു മോഡൽ കൊടുത്തേക്കുന്നു. നല്ല നീറ്റായിട്ട് ഇട്ടിട്ടുണ്ട് ഇവിടെ ഒക്കെ. ഫുൾ നല്ല രസമുണ്ട്. ഇതൊരു ഫോറസ്റ്റ് പോലെ അല്ലേ, കാട് പോലെ ഫുള്ള് മരങ്ങളും ഒക്കെ ആയിട്ട് നന്നായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ സൂ പോലല്ല, അതിനെക്കാട്ടി ഇത്രയും കൂടെ ഭംഗിയാക്കി ഇട്ടിട്ടുണ്ട്. ശരിക്കും ഒരു കാട് സൂ ആക്കിയതാണെന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് പക്ക കാട് പോലുണ്ട് ഇതിനാ. അന്തരീക്ഷമല്ലേ, എനിക്ക് പേടിയാണ്. പേത്തകളുടെ തന്നെ ഏറ്റവും വലുപ്പത്തിലുള്ളത്. അതിൻ്റെ പെടലിന്ന് പറഞ്ഞാൽ നല്ല നീളമാണ്, നല്ല സി ഷേപ്പാണ്. അതിപ്പം പൊക്കുന്നുണ്ടായിരുന്നു, പക്ഷെ അത് പെട്ടെന്ന് താത്തു. നല്ല പൊക്കമായിരുന്നു. അത് പൊക്കുമായിരിക്കും. നോക്കട്ടെ. ഇത് ഫുള്ള് കാണാനായിട്ട് വേണമെങ്കിൽ ഇത് ഇങ്ങനത്തെ വണ്ടിയിൽ കയറി പോകാൻ പറ്റും. അതിന് കുറച്ച് പേയ്മെൻറ്റ് ചെയ്താൽ നമുക്ക് ഇവർ വണ്ടിയിൽ ഫുള്ള് കൊണ്ട് കറക്കി കാണിക്കും. ഇവിടെ വന്ന് ഈ കൗണ്ടറിൽ നിന്ന് നമ്മൾ ടിക്കറ്റ് എടുക്കണം, ആ വെഹിക്കിളിനുള്ളത്.
വണ്ടി കയറാൻ ഒരാൾക്ക് 77 രൂപയാണ്. ഞങ്ങളുടെ അടുത്തില്ല, ഞങ്ങളുടെ അടുത്ത് നടക്കാം, എന്നിട്ട് ഓരോന്നും വിശദമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാമല്ലോ എന്ന് വെച്ചിട്ട് ഞങ്ങൾ വണ്ടിയിൽ കയറിയില്ല, നടക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ പോകുന്ന ഏരിയയിൽ എന്തൊക്കെയുണ്ടെന്നുള്ളതാണ്. ഇതൊക്കെയാണ് നമ്മൾ ഇനിയിപ്പം ഈ ഏരിയ കൂടെ പോകുമ്പം കാണുന്നത്. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ മീൻ ഇതുണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ആ ഏരിയ പോകുമ്പോൾ അടുത്ത സെക്ഷനാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഈ സെക്ഷനിലൂടെ നടന്നു പോകാം. നീൽഗായ് എന്ന് പറയുന്നതാണ് ഇവിടെ കാണുന്നത്. പക്ഷെ ഇത് മാനിൻ്റെ കൂട്ടം നിൽക്കുന്നതാണ് അല്ലേ? അല്ലേ, വലിയ മാനിൻ്റെ തന്നെ വലിയ മാനിൻ്റെ കൂടെ ഇരിക്കുന്ന 27 രൂപ ടിക്കറ്റ് എടുത്താൽ നമുക്ക് ഇതുപോലെ ഈ വണ്ടിയിൽ കയറി പോകാൻ പറ്റും. കാരണം നീൽഗായ് എന്ന് പറഞ്ഞ മൃഗത്തെ ഞാൻ ശരിക്കും ഇന്നൊരു ഫോട്ടോയിൽ പോലും കണ്ടിട്ടില്ല. കുതിര, പശു, മാന് എല്ലാത്തിനും കൂടെ ക്രോസ് ചെയ്തിട്ടുണ്ടാക്കിയെടുക്കണം. കുതിര, മാന് എല്ലാത്തിനും ചായമുണ്ട്. ഇത് ഏതാണ്ട് ഒരു എല്ലാ ജീവിയുടെയും കൂടെ ഒരു കമ്പൈൻ ചെയ്തിട്ട് ഇന്നവരെ കണ്ടിട്ടില്ലാത്തൊരു ജീവി. ഞാൻ സത്യമായിട്ട് ഇതിങ്ങനെ ഒരു സാധനം കണ്ടിട്ടേ ഇല്ല. നമുക്ക് മസിൽമാൻ 80 രൂപ കൊടുത്ത് അതിൻ്റെ ഉള്ളിൽ നല്ല തണുപ്പും ഒക്കെ കൊണ്ട് നടന്നു. മരങ്ങൾക്കിടയിലൂടെ നല്ല ഭംഗിയായിട്ട് നടക്കാം. നല്ല രസമുണ്ടല്ലേ ശരിക്കും പറഞ്ഞാൽ. ഇഷ്ടപ്പെട്ടു. ഒരു പ്രകൃതിരമണീയമായ സ്ഥലം. പിന്നെ ഒരു പ്രത്യേകത ഞാൻ കണ്ടതെന്നറിയോ, ഈ മരങ്ങൾക്ക് എല്ലാത്തിനും പേര് അതിൻ്റെ സൈഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെയുള്ള നിൽക്കുന്ന മരങ്ങൾക്കടുത്ത് ഇതിൻ്റെ ആണ് ആ ബോർഡിൽ എഴുതി വെച്ചേക്കുന്നത്. കാണുന്നില്ല. നോക്ക് താണ്ടാണ്ട് അതിൻ്റെ ഇടയ്ക്കുണ്ട്, കാണാം നമുക്ക്. കണ്ടോ, ഒരു വെള്ളയും ഒരു ഓറഞ്ച് കളറ്. ഇങ്ങോട്ട് മാറി ഇഷ്ടം പോലെ ഉണ്ട്. ഇവിടെ ഉണ്ട്. അതിൻ്റെ ഇടയ്ക്കൊക്കെ കയറിയിരിക്കുന്നു. എനിക്ക് തോന്നുന്നത് വെള്ളത്തിലും മരത്തിലും കയറിയിരിക്കുന്ന ടൈപ്പാന്ന് തോന്നുന്നു കേട്ടോ. വാട്ടർ ബേർഡ് കൊക്കിൻ്റെ വർഗത്തിൽപ്പെട്ടാന്ന് തോന്നുന്നു. മേളിക്കൂടി പറഞ്ഞു തോന്നുന്നു. നമ്മൾ മറ്റേ ജുറാസിക് പാർക്കിൻ്റെ സിനിമ കാണത്തില്ലേ, അതിനകത്തിലെ കൂട്ടുണ്ട് എനിക്ക്. കുറെ വലിയ വലിയ കിളികളും ഒക്കെ പറന്നു പോകുന്നു. ഇത് പറന്നുകൊണ്ട് തിരിച്ചു വരൂല്ലയോ? സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട് അതിൻ്റെ. സിനിമയൊക്കെ കാണത്തില്ല, അതിനകത്തിലെ കൂട്ട് ഒരുമാതിരി ഭീകരാവസ്ഥയിലുള്ള ഒരു സിറ്റുവേഷൻ ഇല്ല. അങ്ങനെ വെള്ളം, പിന്നെ മരങ്ങൾ കിടക്കുന്നു. ശരിക്കും ചെറിയതായിട്ടൊരു പേടിയൊക്കെ വരും കേട്ടോ. പക്ഷെ ഞാൻ ഇതൊന്നും കണ്ട സൂവിൽ ഭയങ്കര വെറൈറ്റി ആയിട്ടുണ്ട് കേട്ടോ. ഇത് കിളികളൊക്കെ പറന്ന് കിടക്കും. മുമ്പേ നിങ്ങൾക്ക് വാട്ടർ ബേർഡിനെ എനിക്ക് ശരിക്കും കാണിച്ചു തരാൻ പറ്റില്ല, പക്ഷെ ഇത് ഇപ്പം ശരിക്കും കാണിച്ചു തരാം. തന്നെ വേറൊരു തരത്തിലുള്ളതാണ്. ഇതെല്ലാം ഇവിടെ പറന്ന് നടക്കുക. വെള്ളത്തിലും ഒക്കെ ആയിട്ട്, വെള്ളത്തിലും പോവും, അത് പറക്കുകയും ചെയ്യുന്ന. അവിടെ ഉണ്ട്. കിന്നെക്കൂട്ടിരിക്കും, പക്ഷെ ഓറഞ്ച് കളറിലെ തലയും പിന്നെ വാലിൽ ചെറിയൊരു റോസ് കളർ. വെറൈറ്റി ആയിട്ടാണ്, അത് ഭംഗിയുണ്ട് അതിൻ്റെ കോമ്പിനേഷൻ. ബ്ലാക്ക് കളറൊക്കെ ആയിട്ട് നമുക്ക് പറഞ്ഞു തരുന്നത്. അത് അതിൻ്റെ നിങ്ങൾക്ക് വീഡിയോയിൽ കേൾക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. അത് അതിൻ്റെ ആ കൊമ്പ് ഇങ്ങോട്ട് ഇതാക്കുന്നതിൻ്റെ സൗണ്ട് നല്ലതായിട്ട് ഇവിടെ കേൾക്കാൻ പറ്റും. ഒരാളെ കാണിച്ചു തരാവേ. ഇത്ര നേരം ഇങ്ങോട്ട് നോക്കിയിരുന്നതാ. അത് ഒരാളെ ഉള്ളൂ കേട്ടോ. വായിക്കുന്ന ശരിയാ. അവിടെ ഒരു അടിപൊളി മയിൽ നിൽക്കുന്നുണ്ട്, കാണുന്നുണ്ടോ? കണ്ട് ഒരുപാട് വീലിയുണ്ട്. കറക്റ്റ് ടൈമിലാണ് വന്നത്, പക്ഷേ തിരിഞ്ഞില്ല. ഇങ്ങോട്ട് തിരിഞ്ഞേ കാണാമായിരുന്നു. തിരി വരും. അതിനകത്തിലെ സിംഹത്തിൻ്റെ ആ ഒരു അതുപോലുണ്ടല്ലേ. സിംഹക്കൂടല്ലോ ആണാവോ, ഒന്നും കാണുന്നില്ല, അതുപോലുണ്ട്. സ്റ്റെപ്പൊക്കെ ഇട്ടിട്ടുണ്ട് നടന്നു കയറാനായിട്ട്. ഇത് കുഞ്ഞിക്കുരങ്ങന്മാരുടെ സ്ഥലമാണ്, പക്ഷെ ആശാന്മാരെ ആരെയും കാണുന്നില്ല. ഇതിനകത്ത് കൂടെ ചാടാൻ സുഖം കേട്ടോ ഇവന്മാർക്ക്. അവിടെ ഒരു മയിൽ നിൽപ്പുണ്ട്. എല്ലായിടത്തും മയിലുണ്ട്. മയിലിന് എങ്ങോട്ട് വേണമെങ്കിലും പോകാലോ. ഇതെല്ലാം കുഞ്ഞിച്ചക്കന്മാരാ. ഇവരാരും കാണുന്നില്ല. ചാടിപ്പോയതറിയും, പിന്നെ ഫുള്ള് കാടല്ലേ, ചാടാതിരിക്കുമോ?
കുരങ്ങന്മാരെ വളർത്തണമെന്നുണ്ടെങ്കിൽ കൂട് കെട്ടണം, കാണാം, അല്ലെങ്കിൽ അമ്മ ചാടി. I love it. Oh my god, I love it so much. കൊമ്പുള്ളതാണോ കൊമ്പില്ലാത്ത പെണ്ണായിരിക്കും അല്ലേ? അതിന് കുറവാ. ഉണ്ട് കേട്ടോ, അവിടെ കിടപ്പുണ്ടായിരുന്നു. നമുക്ക് നമ്മൾ അവിടെ നോക്കിയപ്പോ ഒന്നും കാണുന്നില്ല. ഈ ഒന്നും ഇതിന്റെ കാണുന്നില്ല. ഇവിടെ വന്നപ്പോൾ കണ്ടു. ഇതോ അവിടെയും കുറച്ച് ഇരിപ്പുണ്ട്. കുറേ ദൂരം നടന്നതുകൊണ്ടാണോ ഐസ്ക്രീം വാങ്ങിയേ? ക്ഷീണിച്ചു, ഭയങ്കര ചൂട്, അത് കാരണം ഐസ്ക്രീം കഴിക്കാൻ. നല്ല ആശ്വാസം ഐസ്ക്രീം കിട്ടിയപ്പോഴത്തേക്ക്. നല്ല ടേസ്റ്റ് ഉണ്ട് ഇതിന്. നല്ല ടേസ്റ്റ് ഇല്ലല്ലേ? ടേസ്റ്റ് നോക്കണ്ട, തണുപ്പ് നമുക്ക് ഒരു ആശ്വാസം. എന്തൊരു ചൂടാന്നറിയോ? വലിയ തണുപ്പൊന്നുമില്ല കേട്ടോ, പുകച്ചില്ല. ഗൈസ്, അതുപോലെ തന്നെ നമുക്കിവിടെ പല തരത്തിലുള്ള മാനുകളെ കാണാൻ സാധിക്കും. കുടുവകുണ്ടൻ കാണോ? നിങ്ങൾക്ക് കാണാമെന്ന് അറിയത്തില്ല, പക്ഷെ അതിൻ്റെ കൂടത്തിൽ ആരാണാവോ നിൽക്കുന്നത്? അതിൻ്റെ പരിപാടി 15 തൊട്ട് 18 മണിക്കൂറും ആഹാരം കഴിപ്പാണ്. ആഹാരം കഴിക്കും, അതാണ് ഇങ്ങോട്ട് വരാത്തത്. പക്ഷെ കൂടെ നിൽക്കുന്ന കാട്ടുപോത്തല്ലത് അല്ലേ? ഗോൾഡൻ ജാക്കിൽ അപ്പോൾ സ്വർണ്ണക്കുറുക്കനോ? കൊള്ളാമല്ലോ. ആശ നല്ല ദേഷ്യത്തിലാണെന്ന് തോന്നുന്നു, നല്ല സ്പീഡിൽ നടക്കുന്നുണ്ട്. ഇനി വാ, വേറൊരാളിനെ കാണിച്ചു തരാം. മൊത്തം തുരപ്പനോ രക്ഷപ്പെടാൻ നോക്കുന്ന തോന്നുന്നു. ഇത് എവിടെയോ തുരപ്പനുണ്ട് ഇതിനകത്തില്. സൗണ്ട് കേൾക്കുന്നുണ്ട്. കുറുക്കൻ തന്നെയാണ്. നമ്മൾ അടുത്ത് കാണാൻ പോകുന്ന മാൻ തന്നെയാണ്. പക്ഷെ മാൻ ഒരു പ്രത്യേകതയുണ്ട്, അതിൻ്റെ കൊമ്പ് നോക്ക്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കൊമ്പ്. മറ്റേ കൂടെ ഉള്ള കൊമ്പാണ്. നല്ല ഭംഗിയുണ്ട് പക്ഷെ കാണാൻ. സാധാരണ കൊമ്പ് പോലല്ല. ആ മാനെ കണ്ടോ? ആ വെള്ളത്തിൽ കിടക്കുന്നത്, അതിൻ്റെ കൊമ്പ് വെട്ടിയിട്ടുണ്ട്. ആ വെള്ളത്തിൽ കിടക്കുന്നതിന് നല്ല രസമുണ്ട് കൊമ്പ്, നല്ല നീളമുണ്ട്, ക്യൂട്ടായിട്ടുണ്ട് കേട്ടോ കൊമ്പ്. ഇവന്മാരൊക്കെ ഒതുക്കിയിട്ട് കുറെ മയിലൊക്കെ കയറി സ്ഥാനം പിടിച്ചിട്ടുണ്ട്. നിറച്ചും മയിലാണ് ഇവിടെ. കുഞ്ഞൻ മാനുകളുണ്ട്. പപ്പയാൻ ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ കുഞ്ഞതാ കേട്ടോ, കണ്ടോ? ഇവൻ്റെ നമ്മളവിടെ കണ്ടില്ലേ, അതിന് തന്നെ കുഞ്ഞത്. കൊമ്പ് വളരുന്നതേ ഉള്ളൂ ഇവർക്ക്. ഒരു പ്രത്യേക കളർ, നല്ല രസമുണ്ടല്ലേ കളറ്. സാധാ മാനേക്കാട്ട് ഇച്ചിരി കൂടെ ബ്രൈറ്റാണ്. ചിലതിനൊക്കെ കൊമ്പ് വളരുന്നില്ല, അപ്പം അതിൻ്റെ കുഞ്ഞതാ കണ്ടോ? അത് വെട്ടി നിർത്തിയേക്കുന്നതാണോ? വെട്ടി നിർത്തിയേക്കുമെന്ന് തോന്നുന്നു. ഏതായാലും അതിൻ്റെ തന്നെ വർഗത്തിൽപ്പെട്ടതാ. എല്ലാം കൂടെ ചൂടുത്ത് ഒതുങ്ങി തള്ളി നോക്കി കിടക്കുക കള്ളന്മാർ. കള്ളന്മാരെല്ലാം ഇവിടെ കിടപ്പുണ്ട്. ഈ ചൂടായതുകൊണ്ട് വെള്ളത്തിൽ മുങ്ങി കിടക്കുക. ദൂരെയായതൊന്നും ശരിക്കും കാണാൻ പറ്റുമെന്നറിയില്ല. മഴ പോലെ കാണാനുണ്ട്. ഏക്കർ കണക്കിന് സ്ഥലങ്ങളാണ് ഇവിടെ. നടക്കാനാണെങ്കിൽ 2 ദിവസം കൊണ്ട് കാണാനുള്ളതുണ്ട്. നല്ല രസമുണ്ട് കാണാനൊക്കെ ആയിട്ട്. ഇങ്ങനെ ചുമ്മാ ഫാമിലിയൊക്കെ ആയിട്ട് എല്ലാവരും ഇവിടെ നടക്കാൻ പറ്റുവാണെങ്കിൽ നല്ല ഒരു ടൈം പാസ്സാണ്. മിണ്ടല്ലേ, അയ്യോ എന്നാ ലുക്കല്ലേ. അതോ ഒന്ന് പീലി എടുത്തിയാണെങ്കിൽ പൊളിച്ച്. എടാ ഒന്ന് പീലി എടുത്തടാ, ഒന്ന് കാണട്ടെ. പോലെ കരടി നിൽപ്പുണ്ട്, അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. കരടി ഓടി വരുന്നൊക്കെ കാണാവോ? അതിൻ്റെ ഇടയ്ക്ക് വേഗം വരുന്നുണ്ട്. എൻ്റെ ദൈവമേ, വായ്ക്ക് പൊടിച്ചോണ്ട് വരുന്ന പേടിയാവുന്നുണ്ട്. ഞാൻ കരടി ടിവിയിലൊക്കെ കണ്ട് നല്ല ക്യൂട്ട്. ഇത് പക്ഷെ ഭയങ്കര ഭീകര രൂപേ. ചാടുവോ? വരുന്നുണ്ട്. ദേഷ്യം കൊണ്ട് വരുവാന്ന് തോന്നുന്നു, ചൂടുകൊണ്ട്. നല്ല ചൂടായിരിക്കും അല്ലേ? എൻ്റെ വായും പൊളിച്ചു വരുന്നുണ്ട്. തന്നെ പോസ് ചെയ്യുക. നല്ല മണം പിടിച്ച് വന്നാ തോന്നുന്നല്ലേ? കണ്ണ് കാണുന്നു ഇല്ലല്ലേ? മൊത്തം വയസ്സാകാൻ തോന്നുന്നു കേട്ടോ. പോയി നരയുണ്ട് കേട്ടോ അവിടെ വെള്ളത്തിലേ. ഗൈസ്, ഇവ വന്നിട്ട് ഇങ്ങോട്ട് ചാടാനുള്ള വഴി നോക്കിക്കൊണ്ടിരിക്കുക. ആ സൈഡിൽ കൂടെ ഇങ്ങോട്ട് കിടക്കാൻ വേണ്ടിയിട്ട് കുറേ നേരമായി നോക്കുന്നത്. അവിടെ നല്ല താഴ്ച ആയതുകൊണ്ട് പുള്ളിക്കാരൻ ഒരു ചാടാൻ പറ്റാതെ നിൽക്കാം.
മിക്കവാറും ചാടും പുറത്തോട്ട് വീണിട്ട്. എന്താ പുറത്തോട്ട് നടക്കുന്നത്? വെട്ടാൻ തോന്നുന്നു. അതൊന്നും അല്ല, പുറയിലോട്ട് പോകുന്നത് മുന്നിലോട്ട് ചാടാനാണ്. ചാടോ? ചാടും തോന്നുന്നു കേട്ടോ. ചാടുവാണെങ്കിലേ നമ്മൾ ചത്തവരെ കിടന്നാൽ മതി, തിന്നത്തില്ല. നമ്മൾ പണ്ട് കഥ വായിച്ചിട്ടില്ല, എന്ത് നല്ല എന്താ ഈ തപ്പും നാശം. നോക്കട്ടെ ഇവിടെ ഇറങ്ങാൻ കേട്ടോ. വാ 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 വാ, ഇറങ്ങിയ പണി കിട്ടും. വാ 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 വാ, ചാട. क्या पापा? चल भी सकता है। ഓ എന്നാ ലുക്കല്ലേ. അവൻ മോളിൽ നിന്ന് ആളുകളെല്ലാം നേരെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. താഴെ അതേപോലെ തന്നെ വേറൊരുത്തർ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുന്നു. അങ്ങോട്ട് ഏതെങ്കിലും വഴിയുണ്ടോ നോക്കുമായിരിക്കും അല്ലേ? കണ്ടോ, പുള്ളിക്കാരൻ കുറെ നേരമായി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുന്നുണ്ടോ? ആണോ? ആദ്യമായിട്ടാണ് ഞാൻ ഇത്ര അടുത്ത പുലിനെ കാണുന്നത്. പക്ഷെ ആളെന്നെ മൈൻഡ് ആക്കുന്നൊന്നുമില്ല. ഞാൻ വർത്തമാനം പറയാനൊക്കെ നോക്കുന്നുണ്ട്. പക്ഷെ ആൾ ഈവനിങ് വോക്കിലാണ്. തക്കം കിട്ടിയിരുന്നെങ്കിൽ ആളെ നമ്മളൊന്ന് ശരിയാക്കിയെന്നെ. പക്ഷെ അവിടെ നെറ്റ് ഇട്ടേക്കുന്നതുകൊണ്ട് ആൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. എനിക്കൊന്ന് അതിൻ്റെ ദേഷ്യത്തിലാണെന്ന് തോന്നുന്നു. വരുന്നുണ്ട്. ഒരു ഹായ് പറഞ്ഞു നോക്കാം. ഹലോ, ഒന്ന് നിൽക്കുമോ? കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനായിരുന്നു. എവിടെ പോകുന്നു? ആമ പോകുന്നത്. ഈ ആമേനെ ഈ ദിനകർ തക്യാർ എന്ന് പറഞ്ഞാൽ പുള്ളി അഡോപ്റ്റ് ചെയ്തേക്കുവാണ് 2023 തൊട്ട് 2024 വരെ. എന്താ സംഭവം എന്ന് എനിക്ക് അറിഞ്ഞു. ഇനിയിപ്പോൾ ചിലപ്പോൾ ഈ ആമകൾക്കുള്ള ഫുഡ് കൊടുക്കുന്നതാണോ അതോ ഇനിയിപ്പോൾ ഇതിനെ കുറച്ച് പേരെ കൊണ്ടുപോയിട്ടുണ്ടോ ഒന്നും അറിയില്ല. പക്ഷെ ഉണ്ട് ഇതിനകത്തൊരു ആമനെ ഞാൻ കണ്ടു. ഒന്നല്ല 2-3 എണ്ണം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിനെനിക്കൊന്ന് ആ പുള്ളിയായിരിക്കും അതിൻ്റെ ചിലവ് നോക്കുന്നത്. കൊണ്ടുപോയതായിരിക്കത്തില്ല, അതിന് ഉള്ള ചിലവ് നോക്കുന്നതായിരിക്കും. ഇനി നോക്കും മുതലിനെ കാണാം. മുതലസ്ഥലമായിട്ട് മുതലയില്ല. സൂക്ഷിച്ച് നോക്കിയാൽ ഒരു മുതലിനെ കാണാം. അങ്ങ് സൂക്ഷിച്ച് നോക്കൂ. ഇതങ്ക് എവിടെ എൻ്റെ പ്രദേശം. പോകുന്നു കടുവ. ഒന്ന് നോക്കിയിട്ട് വരാവേ. പേര് ഇത് നിസ്സാരക്കാരനൊന്നുമല്ല, റോയൽ ബംഗാൾ ടൈഗറാണ്. അവസാനം ഞാൻ കടുവേനെ കണ്ടുപിടിച്ചു. ഒരെണ്ണം പോലും ഇല്ല, ഇങ്ങോട്ടോട്ട് വരുന്നുമില്ല. അത് ശരിക്കും പറഞ്ഞാൽ ഇവരെല്ലാം ഈവനിങ് വോക്കിലാണ്. നമ്മൾ വന്ന സമയം ശരിയല്ല. ലെപ്പേർഡായാലും അവിടെ ഈവനിങ് വോക്കിലായിരുന്നു. ടൈഗർ ഈവനിങ് വോക്കിലാണ്. ഇന്ന് കാണിക്കാവുന്നൊരു വെറൈറ്റി ആളെയാണ്. മധ്യപ്രദേശ് വെച്ച് 1951 മോഹൻ എന്ന് പറഞ്ഞ ഇതിൻ്റെ മുതുമുത്തച്ഛനെ കിട്ടിയിരുന്നു. അവിടുന്ന് തലമുറയായിട്ട് ഇപ്പോൾ ഉള്ള ആളിനെ ആരാന്ന് ഞാൻ കാണിച്ചു തരാം. നോക്കൂ ഗൈസ്, ആ കിടക്കുന്നതാണ് നമ്മുടെ വെള്ള ടൈഗർ, വെള്ളക്കടുവ, വൈറ്റ് കടുവ. നോക്ക്, ആളവിടെ സുഖമായിട്ട് കിടക്കുകയാണ്. ഗൈസ്, ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഒരാളെ കാണാനാണ് വന്നത്. അത് ഈ സാധനത്തെയാണ് ഞാൻ കാണാൻ വന്നത്. എൻ്റെ അറിവിൽ ഇന്ത്യയിൽ ഈ ഒരു സൂയിൽ മാത്രമേ ഉള്ളൂ ഈ വെള്ളക്കടുവ. ഈ ആശാനെ കാണാനാണ് ഞാൻ ഇത്രയും ദൂരം ഇത്ര ഏക്കറുകളൊക്കെ നടന്ന് ഞാൻ ഇവിടം വരെ എത്തിയത്. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എത്ര സിംഹമുണ്ട്, എത്ര കടുവയുണ്ട് എന്നുള്ളൊരു ലിസ്റ്റ് തന്നെ ഇവരിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ എത്ര ഡ്രിങ്കിങ് വാട്ടർ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു സിംഹക്കുട്ടിനെ കാണാൻ പോവാണ്. അതിന് ഈ ലിസ്റ്റ് നിങ്ങളെ ഞാൻ കാണിച്ചതേ ഉള്ളൂ. നമുക്ക് ലൈനെ കണ്ടിട്ട് വരാം. ഇടവഴികളിലൂടെയാണ് ലൈനെ കാണാൻ നമുക്ക് പോകേണ്ടത്. നിഗൂഢതകൾ നിറഞ്ഞ നമ്മൾ ലൈനെ കാണാൻ നിഗൂഢതകൾ നിറഞ്ഞ വഴിയിലൂടെ പോവുകയാണ്. അങ്ങനെ നമ്മൾ സിംഹത്തിൻ്റെ മടയിൽ എത്തിപ്പെട്ടിരിക്കുകയാണ്. നമുക്ക് നോക്കാം. ഇവിടുന്ന് ആശാനെ കാണുന്നില്ലല്ലോ. സിംഹക്കൂട് തന്നെയല്ലേ ഇത്? അതെല്ലോ, ഇന്ത്യൻ ലയനാണ്. പക്ഷേ ദോ കിടക്കുന്നു. സിംഹമല്ല, അത് പുലിയാന്ന് തോന്നുന്നു. സിംഹത്തെ തേടി വന്ന് നമ്മൾ പുലിക്കുട്ടീനെ കണ്ട പോലായിപ്പോയി.
നല്ല ഉറക്കത്തിലാണ് സിംഹം. ഗൈസ് സത്യം പറഞ്ഞാൽ ഒരുപാട് കാണാനുണ്ട്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വഴി തെറ്റിപ്പോയത് കുറേ ഡൗട്ടുണ്ട്. ഇപ്പം അവസാനം ആനേനെ കണ്ടെത്തി, 2 എണ്ണം ഉണ്ട് എല്ലാം. ഗൈസ് ഞങ്ങൾ ആനയെ കണ്ടതിന് ശേഷം മുന്നോട്ട് നടക്കുകയാണ്. പുറത്തേക്കുള്ള വഴിയാണോ ഇനി അടുത്തത് വല്ലതും കാണാണ്ടോ ഒന്നും അറിയില്ല. മൊത്തത്തിൽ കൺഫ്യൂഷനാണ്. നമുക്ക് ഇതിനകത്ത് കയറി നോക്കാം കേട്ടോ. ഒരു കാട് പിടിച്ച സ്ഥലം, ഇതിനകത്ത് എന്താണെന്ന് അറിയില്ല, നമുക്ക് നോക്കാം. ഗൈസ് ഒരാൾ സാഹസ്യമായിട്ടുള്ള പരിപാടി ചെയ്യാൻ പോവുകയാണ്, നടന്നില്ല, ചീറ്റിപ്പോയി. സാഹസികതകളൊന്നും ഞങ്ങൾക്ക് വീക്ക്നെസ്സാണ്. പറയട്ടെ, കേൾക്കട്ടെ, എന്താണ്? അതെ, ഇപ്പം എങ്ങോട്ടാ പോകുന്നത്, എങ്ങനെ വീടെത്തണമെന്നൊന്നും ഞങ്ങൾക്കറിയത്തില്ല. ഇടയ്ക്കിടയ്ക്ക് കുറേ മയിലിനെ കാണുന്നുണ്ട് കേട്ടോ. മയിലിൻ്റെ കൂടാരമായത്. ഇതാ നമ്മളടുത്ത് എന്തോ ഒന്ന് കാണാൻ പോവുകയാണ്. എന്താണാവോ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട്, എനിക്ക് സാധനം മനസ്സിലായിട്ടില്ല. ആരാണാവോ? ആ ഗൈസ്, ഇതോ കിടക്കുന്ന കിടക്കുന്ന അടുത്ത ആള്. അവസാനം ഒരാൾ ക്ഷീണിച്ച് ഇവിടെ ഇരിപ്പായിരിക്കുകയാണ് ഗൈസ്. ക്ഷീണം തട്ടി വണ്ടി ഇപ്പം വരും. ഇപ്പം വണ്ടിക്കാരൻ കയറ്റും നമ്മളെ. നമ്മൾ പൈസ കൊടുത്താൽ മാത്രമേ വണ്ടിക്കാരൻ കയറ്റത്തുള്ളൂ. ഇവിടെ ഇരുന്നു കേട്ടോ. അവിടെ ഇവിടെയൊക്കെ ഒച്ച കേൾക്കുന്നുണ്ട് മൃഗങ്ങളുടെയൊക്കെ. നിങ്ങൾക്ക് കാണാൻ പറ്റുമോ കേൾക്കാൻ പറ്റുമോ ഒന്നും അറിയില്ല. ഗൈസ് വണ്ടി അവൻ ഗൈസ് ഞങ്ങൾ ശശിയായി ഗൈസ്. അവർ ഞങ്ങളെ കൊണ്ടുപോയില്ല. ഇനി ഞങ്ങൾ വഴി തപ്പി ലാസ്റ്റ് വരെ എത്തണം ഗൈസ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇത്രയേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഞങ്ങൾ പോവുകയാണ് തിരിച്ച്. ഈ പാർക്ക് എടുത്തോണ്ട് പോകുന്നു. വണ്ടിയിൽ കയറി വീട്ടിൽ പോകാം. ഇന്നത്തെ എനർജി മൊത്തം കഴിഞ്ഞു.